നേതാക്കന്മാരായ വനവും ദൂഷണനും നമ്മെ ആക്രമിച്ചപ്പോൾ നടന്നത് ഓർക്കുക. അവരുടെ ബന്ധുക്കളും സഹാക്കളും സൈന്യസമേതം വന്ന് നമ്മെ ആക്രമിച്ചേക്കാം. അതുകൊണ്ട് വില്ലിന്മേൽ അമ്പുതൊടുത്തുകൊണ്ട് ഏറ്റവും ശ്രദ്ധയോടുകൂടി നാലുഭാഗവും സൂക്ഷിക്കണം. സീതയ്ക്ക് അതിശ്രദ്ധയോടെ കാവൽ നിൽക്കുക. ഒരു നിലയിലും ദേവിയെ ഏകാകിനിയായി വിടരുത്. ഈ മാൻ എന്നിൽ നിന്നും രക്ഷപ്പെട്ട് വളരെ ദൂരത്തേക്ക് ഓടിക്കളഞ്ഞെന്നും വരാം. എനിക്കതിനെ ജീവനോടെ പിടിക്കണം. അതുകൊണ്ട് ഈ കാര്യം ചെയ്തു കിട്ടുന്നതിന് സമയം പിടിച്ചേക്കും. സീതയെ ഭീഷണിപ്പെടുത്തുകയോ ഏതോ രൂപത്തിൽ നിന്നും നിന്റെ ബുദ്ധിയും പരാക്രമവും സന്ദർഭത്തിനനുസരിച്ച് പ്രയോജനപ്പെടുത്തി ദേവിയെ രക്ഷിക്കുക. അനന്തരം രാമൻ പാത്തും പതുങ്ങിയും ആ സ്വർണമാനിനെ പിന്തുടർന്നു. രാമനാകട്ടെ മുന്നോട്ടു നോക്കിയതേയില്ല. തന്നെ പിന്തുടരുന്ന രാമനിൽ ദൃഷ്ടിപതിപ്പിച്ചുകൊണ്ട് തല പിന്തിരിച്ച് അതിവേഗം ഓട്ടി. ഈ പെരുമാറ്റം കണ്ട് രാമൻ സന്തുഷ്ടനായി. മാൻ മാരീചനാണെന്ന് രാമനറിയാമായിരുന്നുവല്ലോ. മാരീചൻ രാമന്റെ വലിയൊരു ഭക്തനുമായിരുന്നു. രാമതത്വവും രാമന്റെ ശക്തിയും അനുഭവത്തിലറിയുകയും സാക്ഷാത്കരിക്കുകയും ചെയ്ത ആളുമായിരുന്നു. അതുകൊണ്ട് രാമനും തന്റെ ദൃഷ്ടികൾ മാനിലുറപ്പിച്ചുകൊണ്ട് വളരെ താൽപര്യത്തോടുകൂടി അതിന്റെ പിന്നാലെ പോയി. ഒരു നിമിഷം മാൻ രാമനെ പിടിക്കാവുന്ന ദൂരത്തിൽ വരും. പക്ഷേ അടുത്ത നിമിഷത്തിൽ രാമനെ കുറേക്കൂടി ദൂരെ അകറ്റുന്നതിനായി ഒരു ചാട്ടത്തിന് ദൂരെ പോയി നിൽക്കും. ആശ കൊടുത്ത് നിരാശപ്പെടുത്തുന്ന ഈ കളി രാമൻ ആസ്വദിക്കുന്നതായി തോന്നി. എന്നാൽ കുറേ സമയം ഇങ്ങനെ കളഞ്ഞതിനുശേഷം രാമൻ വില്ലിന്മേൽ അമ്പു തൊടുത്തു മാനിനെ ലക്ഷ്യമാക്കി വിട്ടു. രാമബാണോ തറച്ചപ്പോൾ മാരീചൻ പ്രാണവേദനയാൽ ഹാ സീതേ, ഹാ ലക്ഷ്മണ എന്ന് ഉച്ചത്തിൽ നിലവിളിച്ചു. ഈ വിലാപം സീതയുടെയും ലക്ഷ്മണന്റെയും കാതിൽ പതിച്ചു. ശബ്ദം ലക്ഷ്മണൻ കേൾക്കും മുമ്പേ സീത പറഞ്ഞു, ലക്ഷ്മണ കേട്ടുവോ? അത് നിന്റെ ജ്യേഷ്ഠന്റെ ശബ്ദമാണ്. അവിടുന്ന് നിന്നെ സഹായത്തിന് വിളിക്കുകയാണ്. പോകൂ, ക്ഷണം പോകൂ, താമസിക്കരുതേ. ഐന്ദ്രജാലികമായ രൂപമാറ്റത്തിലും കൗശലങ്ങളിലും ഈ രാക്ഷസന്മാർ അതിവിദഗ്ധരാണ്. സ്വന്തം ആകാരങ്ങളും സ്വഭാവങ്ങളും മാറ്റി അവർ ധാരാളം വിപത്തുകളുണ്ടാക്കും. ആ നിലവിളികേട്ട സ്ഥലത്തേക്ക് ലക്ഷ്മണൻ ക്ഷണത്തിൽ ചെല്ലണമെന്നതായിരുന്നു ദേവിയുടെ ആവശ്യം. ലക്ഷ്മണൻ വളരെ ബുദ്ധിമാനാണ്. കാര്യങ്ങൾ വിവേചിച്ച് ശരിയായ തീരുമാനങ്ങളെടുക്കാൻ അദ്ദേഹത്തിന് കഴിയും. ജ്യേഷ്ഠന്റെ നിർദ്ദേശങ്ങളെ ഭക്തിപൂർവ്വം അനുസരിക്കുന്ന ആളായിരുന്നു ലക്ഷ്മണൻ. രാമന്റെ കൽപ്പനകൾ സ്വന്തം ശ്വാസം പോലെ വിലപ്പെട്ടതായി അദ്ദേഹം കരുതി. അതുകൊണ്ട് പറഞ്ഞു, അമ്മേ, രാമൻ ഒരൽപ്പം ഒരിക്കലും വരികയില്ല. എത്രത്തന്നെ കൗശലക്കാരനായാലും ഒരു രാക്ഷസനും രാമദേവനെ ഉപദ്രവിക്കാനാവില്ല. ഒരു നിമിഷം കൊണ്ട് ആയിരക്കണക്കിന് രാക്ഷസന്മാരെ ഒടുക്കിയതങ്ങനെയെന്ന് ദേവി കണ്ടതല്ലേ. അതുകൊണ്ട് ഒട്ടും ഉത്കണ്ഠപ്പെടേണ്ട. ധൈര്യമായിരിക്കൂ. രാമൻ സുഖാവസ്ഥയിലും ദൃഢാരോഗ്യത്തിലും താമസിയാതെ ആശ്രമത്തിലേക്ക് വരും. പെട്ടെന്നതേകരളിൽ വീണ്ടും കേട്ടു, ഹാ സീതേ, ഹാ ലക്ഷ്മണ. സീതയ്ക്ക് ക്ലേശവും വിഷമവും കൂടുതലായി. അവർ പറഞ്ഞു, ലക്ഷ്മണ, നീയിങ്ങനെ കഠിനഹൃദയനായി പെരുമാറുന്നതെന്താണ്? എനിക്ക് നിന്റെ ഉദ്ദേശ്യങ്ങൾ മനസ്സിലാവുന്നുമില്ലല്ലോ. പോകൂ, വേഗം ജ്യേഷ്ഠൻ വൻപെട്ട ആപത്തിൽ നിന്നും രക്ഷയ്ക്കൂ. അദ്ദേഹത്തെ സഹായിക്കൂ. പോകൂ. തന്റെ ഭയവും ഉത്കണ്ഠയും അവർക്ക് നിയന്ത്രിക്കാനായില്ല. ലക്ഷ്മണൻ തന്നെ വിട്ടുപോകാതിരിക്കാനായി കഴിവിന്റെ പരമാവധി പരിശ്രമിക്കുകയും ചെയ്തു. ഒരു ഉപദ്രവത്തിനും രാമനെ സ്പർശിക്കുവാൻ പോലും സാധ്യമല്ലെന്ന് സീതയ്ക്കും അറിയാമായിരുന്നു. പക്ഷെ അവതാരദൗത്യം നടക്കണമല്ലോ. ആ വിലാപങ്ങളാൽ ദുഃഖിതയായ അജ്ഞയായ ഒരാളെപ്പോലെ അവർ അഭിനയിച്ചു. ലക്ഷ്മണൻ പല വഴികളിലും ഉറപ്പുവരുത്തുന്ന രീതിയിൽ സംസാരിച്ചു. ജ്യേഷ്ഠന്റെ കൽപ്പനകളെ അനുസരിക്കാതിരിക്കാൻ സാധ്യമല്ലെന്ന് ദയനീയമായി വാദിച്ചു. തന്റെ വാദങ്ങളും അഭ്യർത്ഥനകളുമെല്ലാം സീത തള്ളിക്കളഞ്ഞപ്പോൾ ലക്ഷ്മണൻ ഒടുവിൽ പറഞ്ഞു, അമ്മേ, രാമന്റെ ആജ്ഞ എന്റെ ജീവിതം തന്നെയാണ്. അത് എന്റെ ശ്വാസം പോലെ വിലപ്പെട്ടതായി ഞാൻ പരിഗണിക്കുന്നു. അമ്മയെ ഒരിക്കലും കാവലില്ലാതെ വിട്ടുപോവരുതെന്നും എപ്പോഴും ദേവിയുടെ രക്ഷയ്ക്ക് ഞാൻ ഉണ്ടായിരിക്കണമെന്നും രാമൻ എന്നോട് പറയുന്നത് അമ്മ കേട്ടില്ലേ. അതുകൊണ്ടെന്തു സംഭവിച്ചാലും ഞാനിവിടെ നിന്ന് ഒരടി പോലും അകലെ പോകുകയില്ല. ലക്ഷ്മണൻ ക്ഷണത്തിൽ ചെല്ലണമെന്നതായിരുന്നു ദേവിയുടെ ആവശ്യം. ലക്ഷ്മണൻ വളരെ ബുദ്ധിമാനാണ്. കാര്യങ്ങൾ വിവേചിച്ച് ശരിയായ തീരുമാനങ്ങളെടുക്കാൻ അദ്ദേഹത്തിന് കഴിയും. ജ്യേഷ്ഠന്റെ നിർദ്ദേശങ്ങളെ ഭക്തിപൂർവ്വം അനുസരിക്കുന്ന ആളായിരുന്നു ലക്ഷ്മണൻ. രാമന്റെ കൽപ്പനകൾ സ്വന്തം ശ്വാസം പോലെ വിലപ്പെട്ടതായി അദ്ദേഹം കരുതി. അതുകൊണ്ട് പറഞ്ഞു, അമ്മേ, രാമൻ ഒരൽപ്പം ഒരിക്കലും വരികയില്ല. എത്രത്തന്നെ കൗശലക്കാരനായാലും ഒരു രാക്ഷസനും രാമദേവനെ ഉപദ്രവിക്കാനാവില്ല. ഒരു നിമിഷം കൊണ്ട് ആയിരക്കണക്കിന് രാക്ഷസന്മാരെ ഒടുക്കിയതങ്ങനെയെന്ന് ദേവി കണ്ടതല്ലേ. അതുകൊണ്ട് ഒട്ടും ഉത്കണ്ഠപ്പെടേണ്ട. ധൈര്യമായിരിക്കൂ. രാമൻ സുഖാവസ്ഥയിലും ദൃഢാരോഗ്യത്തിലും താമസിയാതെ ആശ്രമത്തിലേക്ക് വരും. പെട്ടെന്നതേകരളിൽ വീണ്ടും കേട്ടു, ഹാ സീതേ, ഹാ ലക്ഷ്മണ.
സീതയ്ക്ക് ക്ലേശവും വിഷമവും കൂടുതലായി. അവർ പറഞ്ഞു, ലക്ഷ്മണ, നീ ഇങ്ങനെ കഠിനഹൃദയനായി പെരുമാറുന്നതെന്താണ്? എനിക്ക് നിന്റെ ഉദ്ദേശ്യങ്ങൾ മനസ്സിലാവുന്നുമില്ലല്ലോ. പോകൂ, വേഗം ജ്യേഷ്ഠൻ വൻപെട്ട ആപത്തിൽ നിന്നും രക്ഷയ്ക്കൂ. അദ്ദേഹത്തെ സഹായിക്കൂ. പോകൂ. തന്റെ ഭയവും ഉത്കണ്ഠയും അവർക്ക് നിയന്ത്രിക്കാനായില്ല. ലക്ഷ്മണൻ തന്നെ വിട്ടുപോകാതിരിക്കാനായി കഴിവിന്റെ പരമാവധി പരിശ്രമിക്കുകയും ചെയ്തു. ഒരു ഉപദ്രവത്തിനും രാമനെ സ്പർശിക്കുവാൻ പോലും സാധ്യമല്ലെന്ന് സീതയ്ക്കും അറിയാമായിരുന്നു. പക്ഷെ അവതാരദൗത്യം നടക്കണമല്ലോ. ആ വിലാപങ്ങളാൽ ദുഃഖിതയായ അജ്ഞയായ ഒരാളെപ്പോലെ അവർ അഭിനയിച്ചു. ലക്ഷ്മണൻ പല വഴികളിലും ഉറപ്പുവരുത്തുന്ന രീതിയിൽ സംസാരിച്ചു. ജ്യേഷ്ഠന്റെ കൽപ്പനകളെ അനുസരിക്കാതിരിക്കാൻ സാധ്യമല്ലെന്ന് ദയനീയമായി വാദിച്ചു. തന്റെ വാദങ്ങളും അഭ്യർത്ഥനകളുമെല്ലാം സീത തള്ളിക്കളഞ്ഞപ്പോൾ ലക്ഷ്മണൻ ഒടുവിൽ പറഞ്ഞു, അമ്മേ, രാമന്റെ ആജ്ഞ എന്റെ ജീവിതം തന്നെയാണ്. അത് എന്റെ ശ്വാസം പോലെ വിലപ്പെട്ടതായി ഞാൻ പരിഗണിക്കുന്നു. അമ്മയെ ഒരിക്കലും കാവലില്ലാതെ വിട്ടുപോവരുതെന്നും എപ്പോഴും ദേവിയുടെ രക്ഷയ്ക്ക് ഞാൻ ഉണ്ടായിരിക്കണമെന്നും രാമൻ എന്നോട് പറയുന്നത് അമ്മ കേട്ടില്ലേ? അതുകൊണ്ടെന്തു സംഭവിച്ചാലും ഞാനിവിടെ നിന്ന് ഒരടി പോലും അകലെ പോകുകയില്ല. കൂടുങ്ങിപ്പോയി. രണ്ടും അനുസരിക്കാതിരിക്കാൻ അദ്ദേഹത്തിന് സാധ്യമല്ല. അതുകൊണ്ട് അദ്ദേഹം കഠിനമായ മനോവേദനയ്ക്കടിമയായി. ഒഴിച്ചുകൂടാത്ത ആവശ്യം ഹേതുവായി അദ്ദേഹത്തിന് രാമന്റെ കൽപ്പനകൾക്കെതിരായി പ്രവർത്തിക്കേണ്ടിവന്നു. സീതയെ ഏകാഗിയായി അരക്ഷിതാവസ്ഥയിൽ വിടേണ്ടിവന്നു. ഭയം അദ്ദേഹത്തിന്റെ ഹൃദയത്തെ ത്രസിപ്പിച്ചു. നടക്കാൻ കാലുകൾ കൂട്ടാക്കിയില്ലെങ്കിലും അദ്ദേഹം നടന്നു. ഓരോ ചുവടും മുമ്പോട്ട് വയ്ക്കുമ്പോഴും അദ്ദേഹം ആശ്രമത്തിന്റെ നേരക്ക് തിരിഞ്ഞുനോക്കി. അതേസമയം രാവണൻ തന്റെ വേഷഭൂഷാദികൾക്കു മാറ്റം വരുത്തുകയായിരുന്നു. കാരണം അയാൾ ഈ അവസരത്തിനുവേണ്ടി കാത്തുനിൽക്കുകയായിരുന്നുവല്ലോ. രാവണൻ സന്യാസിയുടെ രൂപം സ്വീകരിച്ചു. രാവണൻ എന്ന നാമം കൊണ്ടുമാത്രം ദേവന്മാരെയും അസുരന്മാരെയും ഒരുപോലെ കിടുകിടാവിറപ്പിക്കുവാനുള്ള നൈസർഗിക ശക്തിയുണ്ടായിട്ടുകൂടി കൗശലക്കാരനായ ശുനകനെപ്പോലെ മോഷണം നടത്തുക എന്നതായിരുന്നു രാവണന്റെ ഉദ്ദേശ്യം. തന്റെ ചുറ്റും കണ്ണോടിച്ചുകൊണ്ട് അദ്ദേഹം കപടമായി വിറയ്ക്കുന്ന ഹൃദയത്തോടുകൂടി ആശ്രമത്തിനകത്തു കടക്കുവാൻ ശ്രമിച്ചപ്പോൾ ലക്ഷ്മണൻ വരച്ച മന്ത്രശക്തിയുള്ള ആ രേഖകളിൽ നിന്നും അഗ്നിജാലകൾ ഉയർന്നു. തന്റെ പദ്ധതിയെല്ലാം പൊളിയുമെന്നും മാത്രമല്ല തനിക്ക് ദുരന്തങ്ങൾ എന്തെങ്കിലും സംഭവിച്ചേക്കാമെന്നും രാവണൻ ഭയപ്പെട്ടു. അതുകൊണ്ട് കപടസന്യാസി വരയ്ക്കപ്പുറം നിന്ന് വിളിച്ചു, ധർമ്മം തരണേ. സീത ആ വിളികേട്ടു. അതു രാവണനാണെന്നറിഞ്ഞുകൊണ്ടുതന്നെ അവർ ഫലമൂലങ്ങൾ കൈകളിലെടുത്ത് പുറത്തുവന്നു നിന്നു. എന്നാൽ രാവണൻ അവ സ്വീകരിക്കുന്നതിനായി സീത സമീപം പോകാൻ ധൈര്യപ്പെട്ടില്ല. രാവണൻ പറഞ്ഞു, ഞാനൊരാശ്രമത്തിന്റെയും അടുത്തുപോകില്ല. അതെന്റെ വ്രതമാണ്. സീത അടുക്കുവന്ന് ഭിക്ഷ കൈയിൽ കൊടുക്കണമെന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ആവശ്യം. സീത മറുപടി പറഞ്ഞു, ഇല്ല, എന്റെ ദേവൻ പറഞ്ഞ രേഖകൾക്കപ്പുറം പോകാൻ എനിക്ക് സാധ്യമല്ല. പൂജ്യനായ അതിഥി, അങ്ങിങ്ങോട്ട് വന്ന് ഇവ സ്വീകരിച്ചാലും. ഇതു കേട്ടപ്പോൾ കപടസന്യാസി നിർബന്ധിച്ചു, മഹതി, ഞാൻ ആ വരകടന്നപ്പുറം വരികയില്ല. മാത്രമല്ല, ഒരു വരയ്ക്കപ്പുറം നിന്ന് തരുന്ന ഭിക്ഷ സ്വീകരിക്കുവാൻ എനിക്ക് സാധ്യവുമല്ല. എന്നെപ്പോലെയുള്ള തപസ്വികൾക്ക് അത് സാധ്യവുമല്ല. വരൂ, എനിക്ക് ഭിക്ഷ നൽകൂ. എനിക്ക് വിശക്കുന്നു, വല്ലാതെ വിശക്കുന്നു. പലവട്ടം കിതയ്ക്കുകയും ആംഗ്യം കാട്ടുകയും ചെയ്തുകൊണ്ട് അദ്ദേഹം തന്റെ ഭാഗം ഭംഗിയായി അഭിനയിച്ചു. അയാളുടെ വിഷമം കണ്ട് തന്റെ കൈയിലുള്ള ഫലമൂലങ്ങൾ രാവണന് കൊടുക്കുവാൻ സീത തീരുമാനിച്ചു. ഇതെല്ലാം ഒരു നിമിഷത്തിനുള്ളിലാണ് സംഭവിച്ചത്. സീത വരം വരിച്ചു കടന്നു. രാവണൻ ഉടൻ സീതയെ കൈകൊണ്ട് പിടിച്ച് വലിച്ചെടുത്തു പൊക്കിക്കൊണ്ടുപോയി അടുത്തു നിർത്തിയിരുന്ന തേരില് കയറ്റി. ദേവിയുടെ അലമുറകൊള്ളലൊന്നും അസുരൻ ചെവിക്കൊണ്ടില്ല. ഭീകരമായ ശീഘ്രതയോടെ തേറോടിച്ചു. സീത വിലപിച്ചു, രാമ, ലക്ഷ്മണ, വരൂ, ഈ ദുഷ്ടരാക്ഷസനിൽ നിന്നും എന്നെ രക്ഷിക്കൂ. പഞ്ചവടിക്കു ചുറ്റുമുള്ള തപസ്വികളും വനവാസികളും ഈ വിലാപം കേട്ടു. പക്ഷേ അവർക്കാർക്കും ദേവിയെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ദേവിയുടെ വേദനയുടെ ശബ്ദം മൂലം വനം മുഴുവനും തവിട്ടുനിറമായി മാറി. ഓ രാമ, ഓ നാഥ, എന്നെ രക്ഷിക്കൂ, രക്ഷിക്കൂ, ഈ രാക്ഷസനിൽ നിന്നും എന്നെ രക്ഷിക്കൂ. കാട്ടിലാകെ മാറ്റൊലിക്കൊണ്ടിരിക്കുന്ന വിലാപം അതായിരുന്നു. ആ ദുഃഖം സർവചരാചരങ്ങളെയും വ്യസനാക്രാന്തമാക്കി. തേരിൽ നിന്നും സീത രാവണനെ താക്കീത് ചെയ്തുകൊണ്ടിരുന്നു. രാവണ, നിന്റെ നാശത്തിനായി നീ തന്നെ രാജപാത വെട്ടുകയാണ്. നീ നിന്റെ സാമ്രാജ്യത്തെയും പ്രജകളെയും നിന്റെ വംശത്തെയും നിശേഷം നശിപ്പിക്കുകയാണ്. ഈ മഹാപാപം ചിരിയോടെ കൂടിയാണ് നീ ചെയ്തത്. കണ്ണീരോടെ നിനക്കിതിന് പ്രായശ്ചിത്തം ചെയ്യേണ്ടിവരും. ദുഷ്ട, നിന്നെപ്പോലെ തപസ്സനുഷ്ഠിച്ചിരുന്നവർക്ക് യോജിക്കാത്ത കൃത്യമാണിത്. ദേവി പല ഉപദേശങ്ങളും രാവണന് കൊടുത്തു. പല മുന്നറിയിപ്പുകളും നൽകി. ഇടയ്ക്ക് രാമനെയും ലക്ഷ്മണനെയും വിളിച്ചുകേണു തന്നെ രക്ഷിക്കാൻ അവർ അപേക്ഷിക്കുകയും ചെയ്തു.
കഴുകന്മാരുടെ രാജാവായ ജടായു ദീനദീനമായ ആ വിലാപം കേട്ടു. അത് സീതയുടെ ശബ്ദമാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. രാവണന്റെ രഥത്തിൽ സീതയുണ്ടെന്ന് ജടായു മനസ്സിലാക്കി. ദുഷ്ടനായ രാവണനോട് യുദ്ധം ചെയ്യാൻ തക്കതായ ബലം, പ്രയാധിക്യം മൂലം തനിക്കില്ലാതെ പോയതിനെപ്പറ്റി അദ്ദേഹം ദുഃഖിച്ചു. അവനെ തടയാഞ്ഞാൽ അതും തെറ്റാണെന്ന് തോന്നി. ഒരു സ്ത്രീയെ തട്ടിക്കൊണ്ടുപോകുന്നവന്റെ പിടിയിൽ നിന്നും അവരെ രക്ഷിക്കുന്നതിലും വലിയ പുണ്യകർമ്മമില്ല. സീതയെ രക്ഷിക്കാൻ ജടായു തീരുമാനിച്ചു. അതിനായി തന്റെ ശക്തിയും കുശലതയും ഉപയോഗിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. ആകാശത്തിൽ വട്ടത്തിൽ പറന്നുകൊണ്ട് ജടായു ഉച്ചത്തിൽ പറഞ്ഞു, ദേവി, ഭയപ്പെടേണ്ട. ഈ ക്രൂരനായ നീചനെ നശിപ്പിച്ച് ഞാൻ ദേവിയെ മോചിപ്പിക്കും. ഞാൻ രാമസന്നിധിയിൽ ദേവിയെ എത്തിക്കും. രഥത്തിന്റെ മാർഗ്ഗത്തിൽ കുറുകെ പറന്നുകൊണ്ട് അനേകവട്ടം ജടായു തന്റെ മൂർച്ചയേറിയ കൊക്കുകൊണ്ട് രാവണനെ കൊത്തി. രാവണന്റെ ശരീരത്തിൽ നിന്നും ധാരാളം രക്തമൊഴുകി. ജടായു ചിറകുകൊണ്ട് ഇടിച്ച് തേർ തകർക്കാൻ ശ്രമിച്ചു. തേരിന്റെ ഗതിവേഗം തടയുന്നതിന് ചിറകുവീശി ഭയങ്കരമായൊരു കാറ്റുണ്ടാക്കി. അതിനെ പറന്നുകൊണ്ടിരുന്നപ്പോൾ തന്നെ രാവണന് തന്റെ തെറ്റുതിരുത്താനുള്ള വിശേഷപ്പെട്ട ഉപദേശങ്ങൾ നൽകി. രാവണ, ഈ നടപടി നിനക്ക് നന്മ വരുത്തുകയില്ല. സീതയെ മോചിപ്പിച്ച് രാജധാനിയിലേക്ക് സുരക്ഷിതമായി പോകൂ. അല്ലെങ്കിൽ അഗ്നിയിൽ ശലഭം എന്ന പോലെ നീയും നിന്റെ വർഗവും രാമന്റെ ക്രോധാഗ്നിയിൽ ദഹിക്കും. നിന്റെ അഹങ്കാരം നിന്റെ പരിപൂർണമായ നാശത്തിന് കാരണമാകും. അന്യന്റെ പത്നിയെ തട്ടിക്കൊണ്ടുപോകുന്നത് മഹാപാതകമാണ്. പാപപൂർണമായൊരു ഹൃദയമേ പരതാരങ്ങളെ കൊതിക്കുകയും അവളെ അന്വേഷിച്ച് അലയുകയും ചെയ്യുകയുള്ളൂ. നായ്ക്കളെക്കാളും കുറുക്കന്മാരെക്കാളും നികൃഷ്ടരായ മൃഗങ്ങൾ മാത്രമേ ഇത്രയും അധപ്പതിക്കുകയുള്ളൂ. വരാനിരിക്കുന്നതെന്താണെന്ന് ശ്രദ്ധിക്കാതിരിക്ക വിധം അത്ര ഭ്രാന്തമായ നിലയിലാണ് നീ പ്രവർത്തിക്കുന്നത്. ആലോചിച്ചു നോക്കൂ, ഇതിനേക്കാൾ മ്ലേച്ഛമായി മറ്റെന്തെങ്കിലും കുറ്റമുണ്ടോ? നിന്നെ പുത്രനായി അവകാശപ്പെടാൻ തക്കവണ്ണം എന്തൊരു പാപമാണ് നിന്റെ അമ്മയും അച്ഛനും ചെയ്തിട്ടുണ്ടായിരിക്കുക. നിന്റെ കായശക്തിയും സമ്പത്തും നിന്റെ നിയന്ത്രണത്തിലുള്ള ജനങ്ങളെയും കണക്കിലെടുത്തുകൊണ്ടാണ് നിന്റെ തല തിരിഞ്ഞുപോയത്. എന്നാൽ കേൾക്കൂ, ഇതെല്ലാം കത്തിനശിച്ച് ചാമ്പലാകും. നീ തപസ്സുകൊണ്ട് നേടിയ ശക്തികളും ഒരു നിമിഷത്തിനുള്ളിൽ നശിപ്പിച്ചുപോകും. മറ്റു രാക്ഷസന്മാർ നിന്റെ ഭാര്യമാരെ തട്ടിക്കൊണ്ടുപോവുകയോ അന്യായമായി ആശിക്കുകയോ ചെയ്താൽ നീ ശാന്തനായി നിഷ്ക്രിയനായി നിൽക്കുമോ? സ്ത്രീകളെ ബഹുമാനിക്കാത്തവർ ദാരുണമായ ദുർഭാഗ്യം തങ്ങളുടെ തലയിലേക്ക് വലിച്ചുകയറ്റുകയാണ്. അമൂല്യമായ ഈ ഉപദേശങ്ങൾ പറഞ്ഞുകൊണ്ട് ജടായു രഥത്തിനൊപ്പം കുറേ ദൂരം പറന്നു. ജടായുവിന്റെ വാക്കുകൾ സീതയ്ക്ക് വളരെയേറെ ആശ്വാസം പകർന്നു. ദേവിക്ക് മനസ്സിന് സുഖം തോന്നി. ജടായുവിന്റെ വാക്കുകൾ രാവണനെ ചൊടിപ്പിച്ചു. രാക്ഷസൻ തേർ നിർത്തി. സീതയെ തേരിൽ നിന്നിറക്കി ഒരു മരച്ചുവട്ടിലിരുത്തി. രാവണൻ ജടായുവിനെ നേരിടാൻ തയ്യാറായി. അതായിരുന്നു ജടായു ആഗ്രഹിച്ചതും. പക്ഷേ പ്രായാധിക്യം മൂലം ജടായുവിന് അധികനേരം യുദ്ധം ചെയ്യാനായില്ല. താമസിയാതെ അദ്ദേഹം കീഴടക്കപ്പെട്ടു. പക്ഷേ പോരാട്ടത്തിൽ രാവണന്റെ കിരീടം തട്ടി താഴെയിടാനും കുറേ കേശരോമങ്ങൾ പിഴുതെടുക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. അദ്ദേഹം രാക്ഷസരാജാവിന്റെ ശരീരം മുഴുവൻ കൊത്തിക്കീറി. രാവണശരീരം രക്തം പ്രവഹിക്കുന്ന മാംസപിണ്ഡമായി മാറി. പക്ഷിരാജാവിന്റെ കൊക്കും വിസ്തൃതപക്ഷങ്ങളും രാവണനെ വല്ലാതെ പീഡിപ്പിച്ചു. രാവണൻ തളരാൻ തുടങ്ങി. അവസാനത്തെ അഭയസ്ഥാനമെന്ന നിലയിൽ രാവണൻ ചന്ദ്രഹാസം പ്രയോഗിച്ച് ജടായുവിന്റെ 2 പക്ഷങ്ങളും ഖണ്ഡിച്ചു. അതോടെ പക്ഷിശ്രേഷ്ഠൻ നിസ്സഹായനായി. പക്ഷികൾക്ക് പക്ഷങ്ങൾ ശ്വാസങ്ങൾ പോലെയാണല്ലോ. ജടായു പ്രാണവേദനയാൽ രാമനാമവും ജപിച്ചുകൊണ്ട് നിലത്തുവീണു. എന്റെ സ്വാമിയുടെ കാര്യത്തിനായി ഞാൻ സർവ്വകഴിവുകളും ഉപയോഗിച്ച് യുദ്ധം ചെയ്തു. പക്ഷേ എന്റെ പരിശ്രമം വിജയിച്ചില്ല. അത് രാമന്റെ ഇച്ഛയായിരിക്കും. ലോകത്തിനെന്തെങ്കിലും നന്മ ചെയ്യാൻ വേണ്ടി ഇതെല്ലാം രാമൻ തന്നെ ആസൂത്രണം ചെയ്തതായിരിക്കണം. അല്ലെങ്കിൽ സീതയെ ബലം പ്രയോഗിച്ച് തട്ടിക്കൊണ്ടുപോകാൻ കഴിയുമോ? എനിക്കിനി രാമദേവനോട് ഒരു പ്രാർത്ഥനയേയുള്ളൂ. എനിക്ക് അദ്ദേഹത്തെ കണ്ട് ഈ വാർത്ത അറിയിക്കാൻ കഴിയുന്നതുവരെ ഈ ശരീരത്തിൽ ജീവൻ നിലനിൽക്കണം. ഇതിനേക്കാൾ വലിയതായി മറ്റൊന്നും ഈ ജീവിതത്തിൽ എനിക്ക് ചെയ്യാനില്ല. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ജടായു കണ്ണടച്ച് പ്രാർത്ഥനയിൽ മുഴുകി. ഇതിനിടയിൽ രാവണൻ സീതയെ വീണ്ടും തേരിലേറ്റിയിരുത്തിയിരുന്നു. പിന്നീട് വളരെ വേഗത്തിലും പ്രക്ഷുബ്ധാവസ്ഥയിലും തേരോടിച്ചു. ജടായു ആ രംഗം കണ്ടു. സഹായത്തിനപേക്ഷിച്ചുകൊണ്ടുള്ള സീതയുടെ വിലാപവും കേട്ടു. ജടായു കഠിനവേദനയിലാണു. രാവണനെ തടസ്സപ്പെടുത്താനൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അദ്ദേഹം കണ്ണീർക്കയത്തിലായി. ഹൃദയം രാമനെ അഭിലഷിച്ചുകൊണ്ടും രസന രാമനാമം ജപിച്ചുകൊണ്ടും ജടായു കാത്തിരുന്നു. മൃത്യു ആസന്നമാകുമ്പോൾ, ആപത്ത് വളരെ അടുത്തുമ്പോൾ മുന്നറിയിപ്പ് നൽകാനും കാര്യങ്ങൾ ധരിപ്പിക്കാനും പ്രകൃതി അപ്രതീക്ഷിതമായൊരു രീതിയിൽ പെരുമാറുന്നു. കാര്യങ്ങൾ കീഴ്മേൽ മറിയുന്നു. തന്റെ അവസാനം അടുത്തതിനാലും തന്റെ ബന്ധുമിത്രാദികൾ ഭൂമുഖത്തുനിന്നും തുടച്ചുമാറ്റപ്പെടുവാനിരിക്കുന്നതിനാലും രാവണനും ഈ രീതിയിലാണ് പെരുമാറിയത്.
ജടായു ഈ സത്യം മനസ്സിലാക്കി. രാമദർശനം പ്രതീക്ഷിച്ച് സ്വന്തം ഇച്ഛാശക്തിയാൽ ജീവിതം നീട്ടിക്കൊണ്ട് ജടായു അവിടെ കിടന്നു. പൊമാൻ എന്നുവരുന്ന ആ മായാരൂപത്തെ ഹനിച്ചശേഷം വനത്തിൽ നിന്നും രാമൻ പഞ്ചവടിയിലേക്കു മടങ്ങി. തന്റെ ഇച്ഛാശക്തിക്കനുസരിച്ച് കഥയുടെ ഇതിവൃത്തം ഇപ്പോൾ ആശ്രമത്തിൽ പ്രായോഗികമായി കഴിഞ്ഞിട്ടുണ്ടാകുമെന്ന് രാമൻ ചിന്തിച്ചു. അവിടുന്ന് ഉച്ചത്തിൽ പറഞ്ഞു, ഇതെന്റെ പദ്ധതിയുടെ തുടക്കമാണെങ്കിലും അത് ദൈവികമായ ആസൂത്രണമാണെന്ന് അത്ര വേഗം ജനങ്ങൾ അറിയരുത്. അതുകൊണ്ട് ഇനി അങ്ങോട്ട് ഒരു സാധാരണ മനുഷ്യനായി ഞാൻ പെരുമാറിയതുണ്ട്. രാമൻ പകുതിവഴി നടന്നെത്തിയപ്പോഴേക്കും ലക്ഷ്മണൻ വരുന്നത് കണ്ടു. ഈ ദുരന്തനാടകത്തിന്റെ രഹസ്യം ലക്ഷ്മണനെയും അറിയിക്കാൻ പാടില്ലെന്ന് അവിടുന്ന് തീരുമാനിച്ചു. അവിടുന്ന് മനസ്സ് അസ്വസ്ഥമായ വിധം ചോദിച്ചു, ലക്ഷ്മണ, അനുജ, നീ എന്നെ അനുസരിക്കാതെ എന്റെ വാക്ക് തള്ളിക്കളഞ്ഞിരിക്കുന്നു. പർണശാലയിൽ സീതയെ തനിച്ചാക്കി പോയിരിക്കുകയാണോ? നിനക്കെങ്ങനെ ചെയ്യാൻ കഴിഞ്ഞു? ദേവിയെ നിസ്സഹായാവസ്ഥയിലാക്കിക്കൊണ്ട് നീ ഇത്രയും ദൂരം വന്നുവല്ലേ? കഷ്ടം. രാക്ഷസരുടെ കുചേഷ്ടിതങ്ങൾ നീ ദിവസമോ കാണുന്നതല്ലേ? നിനക്ക് സീതയെ എങ്ങനെ വിട്ടുപോരാൻ കഴിഞ്ഞു കുമാരാ? ഹാ കഷ്ടം. അവൾക്ക് എന്തു സംഭവിച്ചിരിക്കും? വല്ല ആപത്തും സംഭവിച്ചിരിക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. നമ്മുടെ ആശ്രമത്തിലിപ്പോൾ സീതയിലില്ലെന്നു എനിക്ക് തോന്നുന്നു. അയ്യോ, നാം ഇപ്പൊ എന്തു ചെയ്യും? നമ്മുടെ ഭാവി ഇനി എന്തായിരിക്കും? രാമവിലാപം കേട്ടു ലക്ഷ്മണൻ രാമപാദങ്ങളിൽ നമസ്കരിച്ചു. ജ്യേഷ്ഠാ, അങ്ങയ്ക്കെന്നെ ശരിക്കും അറിയാമല്ലോ. ഏതു സന്ദർഭത്തിലും ഞാൻ എന്നെത്തന്നെയും എന്റെ ജീവനും അവിടുത്തെ പാദങ്ങളിൽ സമർപ്പിക്കുവാൻ ഒരുക്കമാണ്. എപ്പോഴെങ്കിലും ഞാൻ വിടുത്തെ കൽപ്പന അനുസരിക്കാതിരുന്നിട്ടുണ്ടോ? എന്നാലും ഇന്നത് സംഭവിച്ചു. എന്നെ അനുസരണക്കേട് കാണിക്കാൻ നിർബന്ധിച്ച ശക്തി എന്റെ വിധി തന്നെയാണ്. എനിക്കെന്തു ചെയ്യാൻ കഴിയും? ആ കള്ളമാനിന്റെ കണ്ഠത്തിൽ നിന്നും പുറപ്പെട്ട ഹാ സീതേ, ഹാ ലക്ഷ്മണ എന്ന അത്യുച്ചത്തിലുള്ള വിലാപം പർണശാലയിലും മുഴങ്ങി. അതുകേട്ട ഉടനെ ദേവി എന്നെ അവിടുത്തെ അടുത്തേക്ക് ഓടിച്ചെല്ലാൻ പല രീതിയിലും നിർബന്ധിച്ചു. രാക്ഷസന്മാരുടെ കൗശലങ്ങളെല്ലാം അറിയുന്നവനാണ് ഞാൻ. ഞാൻ ജ്യേഷ്ഠന്റെ കാൽക്കൽ വീണു മാപ്പപേക്ഷിച്ചു. ജ്യേഷ്ഠന് യാതൊരു ഉപദ്രവവും ഏൽക്കുകയില്ല. ആർക്കും ഉപദ്രവിക്കാൻ സാധിക്കുകയുമില്ല. രാപത്തിനും അവിടുത്തെ സമീപിക്കാൻ സാധ്യമല്ല. നാം കേട്ട നിലവിളികൾ രാക്ഷസന്മാരുടെ വ്യാജതന്ത്രങ്ങൾ മാത്രമാണ്. അപ്പോൾ ആ വിലാപം രണ്ടാം വട്ടവും ഞങ്ങളുടെ കാതിലെത്തി. അതോടെ ദേവിയുടെ എല്ലാ ധൈര്യവും നഷ്ടപ്പെട്ടു. അത് അങ്ങയുടെ തനിസ്വരമെന്നു തോന്നി. പറയാനോ കേൾക്കാനോ പാടില്ലാത്ത വാക്കുകൾ ദേവി ഉപയോഗിച്ചു. എനിക്കതിൽ കൂടുതൽ സഹിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് എല്ലാ മുൻകരുതലുകളും എടുക്കാൻ ഞാൻ ജ്യേഷ്ഠനോട് നിർദ്ദേശിച്ചു. ദേവിയെ സുരക്ഷിതസ്ഥിതിയിലാക്കാൻ എനിക്കാവുന്നതെല്ലാം ചെയ്തു. അനന്തരം ആശ്രമത്തിൽ നിന്നും ഞാൻ ഓടിച്ചെന്നു. എനിക്കിനിക്കുവാൻ ഞാൻ തയ്യാറാണ്. ചെയ്ത തെറ്റിനുള്ള അവിടുത്തെ ഏതു നടപടിയും ഞാൻ സ്വീകരിച്ചുകൊള്ളാം. ഈ വാക്കുകൾ പറഞ്ഞുകൊണ്ട് ലക്ഷ്മണൻ രാമപാദങ്ങളിൽ നമസ്കരിച്ചു. അതുകേട്ടു രാമൻ പറഞ്ഞു, ലക്ഷ്മണ, എന്തു കാരണമാപ്പോൾ സീതയെ ഒറ്റയ്ക്ക് വിടരുതായിരുന്നു? നാം അവിടെ എത്തുമ്പോൾ സീത അവിടെ ഉണ്ടായിരിക്കില്ലെന്നു എനിക്കു തോന്നുന്നു. രാക്ഷസന്മാർ തട്ടിക്കൊണ്ടുപോകുന്നതിൽ നിന്നും സീതയെ കാത്തു സൂക്ഷിക്കുവാൻ കഴിയാത്ത നമ്മൾ എങ്ങനെ വീരപുരുഷന്മാരാണെന്ന് അഭിമാനിക്കും? തട്ടിക്കൊണ്ടുപോകുകയെന്ന വിപത്തിൽ നിന്ന് തന്റെ പത്നിയെ രക്ഷിക്കുവാൻ രാമന് കഴിഞ്ഞില്ലെന്ന് നാളെ ജനങ്ങൾ പറയുന്നത് നിനക്ക് സഹിക്കാൻ കഴിയുമോ? അത്തരം സംസാരം കേട്ടുകൊണ്ട് ശാന്തിയോടുകൂടിയിരിക്കാൻ നിനക്കാവുമോ? രാമൻ കേവലം മനുഷ്യനെപ്പോലെ കഠിനമായ മാനസികയാതനകളിൽ വിലപിക്കുകയും ഞരങ്ങുകയും ചെയ്തു. തന്റെ ഭയം യഥാർത്ഥമാണോ എന്നറിയാൻ പർണശാലയിലേക്ക് വേഗം നടന്നു. രാമൻ കരുതിയപോലെ സീതയെ പർണശാലയിൽ കണ്ടില്ല. കഠിന മനോവ്യഥയിലെന്ന പോലെ രാമൻ സീതയെ കാണാതെ വിലപിച്ചു. ദുഃഖം സഹിക്കാൻ സാധിക്കാതെ ലക്ഷ്മണൻ നിന്ന നിലയിൽ നിലംപതിക്കുകയുണ്ടായി. ഈ ആകസ്മിക വിപത്തുണ്ടായത് താൻ കാരണമാണെന്ന് ബോധ്യപ്പെട്ട ലക്ഷ്മണൻ തന്റെ ജീവൻ ത്യജിക്കുകയാണ് നല്ലതെന്ന് തോന്നി. പക്ഷേ താൻ പ്രാണത്യാഗം ചെയ്താൽ സീതയും കൂടി ഒന്നിച്ചില്ലാത്ത രാമൻ കൂടുതൽ ഉൾക്കണ്ണിലും വിഷമത്തിലുമാകുമെന്ന് കുമാരൻ മനസ്സിലാക്കി. താൻ മരിച്ചാൽ രാമൻ ഏകാഗിയായി ദുഃഖിതനായി വനത്തിൽ അലഞ്ഞു നടക്കും. രാമന് ഭക്ഷണപാനീയങ്ങൾ നൽകാൻ ആരുമുണ്ടാകുകയില്ല. രാമന്റെ കഠിനദുഃഖം സഹിക്കാൻ ലക്ഷ്മണന് സാധിച്ചില്ല. രാമനെ ആശ്വസിപ്പിക്കാനോ സമാധാനപ്പെടുത്താനോ കഴിയാതെ കുമാരൻ കുഴങ്ങി. ലക്ഷ്മണൻ തന്റെ മനസ്സിൽ അന്ന് നടന്ന സംഭവങ്ങളെല്ലാം അയവിറക്കി. താമസവിന അദ്ദേഹം ഇതെല്ലാം രാമന്റെ ഇച്ഛയുടെ ഫലമായി നടക്കുന്നതാണെന്ന തീരുമാനത്തിലെത്തി. തന്റെ ജ്യേഷ്ഠൻ സാധാരണ മനുഷ്യനല്ലെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. മനുഷ്യസമുദായത്തിനാകെ പുരോഗതിയും ക്ഷേമവും കൈവരുത്താൻ വിധിക്കപ്പെട്ട നാടകത്തിന്റെ ചില ഭാഗങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അദ്ദേഹത്തിന് തോന്നി. കാരണം എല്ലാ മിഴികളിലും കണ്ണീരൊപ്പുന്ന രാമൻ, ലോകത്തിന്റെ രക്ഷിതാവായ രാമൻ, ഇതുവരെ ദുഃഖത്തിന്റെ ഒരു കണിക പോലും പ്രകടിപ്പിക്കാത്ത രാമൻ, ഇതാ ഇപ്പോൾ ഭാര്യാവിരഹം ഹേതുവായി ഒരു സാധാരണ മനുഷ്യനെപ്പോലെ വിലപിക്കുന്നു.
ഈ സംഭവങ്ങളെല്ലാം ശ്രദ്ധിച്ച ലക്ഷ്മണന് രാമന്റെ ഏതോ ലീലാനാടകത്തിന്റെ ചുരുളഴിക്കലാണിതെല്ലാം എന്ന യുക്തിയുക്തമായ നിഗമനത്തിലെത്താൻ എളുപ്പം കഴിഞ്ഞു. സീത അനുപമമായ വിധം സദ്ഗുണവതിയാണെന്ന് ലക്ഷ്മണന് ശരിക്കും അറിയാം. ഇത്രയും അതുല്യമായ പരിശുദ്ധിയുള്ള ഒരു സ്ത്രീ ഈ വിപത്തിൽ ചെന്നുപെട്ടത് വിശദീകരണസമർത്ഥമല്ല, വിശദീകരിക്കാൻ സാധ്യവുമല്ല. ആർക്കും എവിടെയും രാമന്റെ ഇച്ഛയില്ലാതെ ഏറ്റവും നിസ്സാരമായ പ്രവൃത്തിപോലും ചെയ്യാൻ സാധിക്കുകയില്ല. എന്നാലും രാമൻ മനുഷ്യനായി അവതരിച്ചിരിക്കുന്നു. നീതി, ആർജവം, ത്യാഗം, ഭക്തി, നമ്രത, സത്യസന്ധത, സദാചാരം, വിനയം എന്നീ ഗുണങ്ങളുടെ പന്ഥാവിലൂടെ താൻ മാതൃകയായി ആ വഴി മനുഷ്യനെ നയിക്കാൻ തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്നു. രാമനും സീതയും കൂടി അഭിനയിക്കുന്ന നാടകത്തിന്റെ അർത്ഥം ഇതാണെന്ന് ലക്ഷ്മണൻ മനസ്സിലായി. താനൊരു നടൻ മാത്രമാണെന്ന് സ്വയം അംഗീകരിച്ച് തനിക്ക് അനുവദിക്കപ്പെട്ട ഭാഗം കഴിവിന്റെ പരമാവധി നന്നായി അഭിനയിക്കുകയാണ് തന്റെ ധർമ്മമെന്നും ലക്ഷ്മണൻ മനസ്സിലാക്കി. ഈ ചിന്തകളിൽ നിന്നും ശക്തി നേടി ലക്ഷ്മണൻ രാമനെ സമീപിച്ചു, പാദങ്ങളിൽ നമസ്കരിച്ചു. അദ്ദേഹം പറഞ്ഞു, ജ്യേഷ്ഠ, അങ്ങ് പ്രപഞ്ചനാടകത്തിന്റെ സംവിധായകനാണെന്ന് എനിക്കറിയാം. അങ്ങയ്ക്ക് ചെയ്യാനാവാത്തതായി ഒന്നുമില്ല. സംഭവിക്കുന്നതെന്തും അങ്ങയുടെ ഇച്ഛയ്ക്കനുസൃതന്നെയാണ്. ഈ സംഭവവും അങ്ങറിയാതെ നടക്കാൻ നിവൃത്തിയില്ല. ഞാനത് ഉറച്ചു വിശ്വസിക്കുന്നു. ഈ സംഭവങ്ങൾ വഴി അങ്ങ് ലോകത്തിൽ സമാധാനം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്ന് ഞാൻ കരുതുന്നു. എന്റെ മനസ്സ് എന്നോടിത് മന്ത്രിക്കുന്നു. ആ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ ആവശ്യപ്പെടുന്നു. ഈ നാടകത്തിന്റെ പിന്നിലുള്ള സത്യം ഇതായിരിക്കണം. സദയം എന്നോട് സത്യം പറഞ്ഞാലും എനിക്ക് മനഃശക്തി നൽകിയാലും. രാമൻ ഒരു മന്ദഹാസത്തോടുകൂടി മറുപടി പറഞ്ഞു, ലക്ഷ്മണ, നീ എന്റെ ശരീരത്തിന്റെ ഒരവയവമാണ്. അതുകൊണ്ട് നിന്നിൽ നിന്നും എനിക്കെന്ത് ഒളിപ്പിക്കാൻ കഴിയും? നീ സത്യം കണ്ടെത്തിയിരിക്കുന്നു. ധർമ്മത്തെ ഉദ്ധരിക്കുവാനും പാലിക്കുവാനുമാണ് ഞാൻ അവതരിച്ചിട്ടുള്ളത്. അപ്രകാരം ചെയ്യാൻ എനിക്ക് നീതിയുടെയും അനീതിയുടെയും കർമ്മങ്ങളെ സംബന്ധിച്ച പല രംഗങ്ങളും അഭിനയിക്കേണ്ടതുണ്ട്. കരയുന്ന കുട്ടിയെ ശാന്തമാക്കി സന്തോഷിപ്പിക്കുവാൻ കുട്ടികളെപ്പോലെ സംസാരിക്കണം, കളിക്കണം, കളിപ്പാട്ടങ്ങളും കിലുക്കാമ്പെട്ടികളും കൊടുക്കണം, പാട്ടുപാടണം, തൊട്ടിലാട്ടണം, ഇങ്ങനെ പലതും ചെയ്യേണ്ടിവരും.